സാറേ, വിഴിഞ്ഞം തുറമുഖം ഇന്ന് കമ്മീഷൻ ചെയ്യുക. ഒരു വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് വിഴിഞ്ഞത്തിൻ്റെ തന്ത എന്നാണ് ചോദ്യം. കുറച്ച് ഗ്രാമീണ ഭാഷയിലൊക്കെയാണ് ആ ചോദ്യം ഉയരുന്നത്. ഒരു പരിഹാസ ചൊവ്വയോടെയാണ് ആ ചോദ്യം ഉയരുന്നതെങ്കിലും പിതാവാരാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഉമ്മൻചാണ്ടിയാണെന്നൊരു കൂട്ടർ, അല്ല പിണറായി വിജയനാണെന്ന് മറ്റൊരു കൂട്ടർ. രണ്ടുപേരും വലിയ വാദങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. സത്യത്തിൽ ആരാണ് സാർ ഈ കൊച്ചിൻ്റെ അച്ഛൻ? സത്യത്തിൽ ഇവരാരുമല്ല. അദാനി ഒറ്റയ്ക്ക് വന്ന് ഈ കൊട്ടേഷൻ ഈ ടെൻഡർ എടുത്തില്ലായിരുന്നു ഇത് വല്ല നടക്കുമായിരുന്നു. കാരണം സിംഗിൾ ടെൻഡറാണല്ലോ. അതെ, അതേ ഒഴിഞ്ഞു പോയതുമാണ്. സിംഗിൾ ടെൻഡറാണ്, മത്സരിച്ചൊന്നും അല്ല അദാനി എടുത്തത്. അതെ, നഷ്ടം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അദാനി എടുത്തത്. അപ്പോൾ അദാനിയാണ് ഇതിൻ്റെ അച്ഛൻ. വേറെ ഒരാൾക്ക് ഇതിനകത്ത് കാര്യമില്ല. ബാക്കിയെല്ലാം പേപ്പർ വർക്ക് ചെയ്തവരല്ലേ. പേപ്പർ വർക്ക് ചെയ്തവരാണ് ബാക്കിയുള്ളവരല്ല. യഥാർത്ഥത്തിൽ അദാനിക്കാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഒന്ന്. രണ്ടാമത് ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ചരിത്രം, ആയരാജാക്കന്മാരുടെ കാലം മുതലേ അവിടെ ഒരു വിഴിഞ്ഞം തുറമുഖം ഭൂമിശാസ്ത്രപരമായി വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു മദർ പോർട്ടിന് പറ്റിയ സ്ഥലമാണെന്നുള്ളത് ആണ് സത്യം. അപ്പോൾ അത് ആർക്ക് കൊടുക്കണം? അതിൻ്റെ ക്രെഡിറ്റ് പ്രകൃതിക്ക് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. ഇങ്ങനെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു പ്രദേശം അവിടെ ഉണ്ടാക്കി വെച്ചതിന്. പക്ഷേ അന്ന് മുതൽ തന്നെ ഇതിൻ്റെ സാധ്യതകൾ പല ഡിസ്കഷൻസ് നടക്കുമായിരുന്നു. അപ്പോൾ തന്നെ ചൈന, ജപ്പാൻ, സിംഗപ്പൂർ, പ്രത്യേകിച്ച് സിംഗപ്പൂർ, മലേഷ്യ, പിന്നെ നമ്മുടെ അടുത്ത സ്റ്റേറ്റുകൾ, ഇവിടെ നിന്നെല്ലാം ദുബായ് എന്നെല്ലാം ശക്തമായ എതിർപ്പുകളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് വിഴിഞ്ഞു എന്ന് പറയുമെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കും. അപ്പോൾ പൈസ എത്തും പുള്ളിക്ക്. ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥർ, സാധാരണ ഉദ്യോഗസ്ഥർ പറഞ്ഞാലില്ല, IAS ലെവലുള്ള വലിയ ഉദ്യോഗസ്ഥർ പറയുകയാണെങ്കിൽ അവരെ ടോർപ്പിഡ് ചെയ്യും. പത്രത്തിൽ പോലും പറയാൻ, വിഴിഞ്ഞു എന്ന പദ്ധതിയിൽ പറയാൻ പോലും പേടിയുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു 80കളെന്നൊക്കെ പറയുന്ന കാലഘട്ടം. ആരും പറയില്ല. പറഞ്ഞാൽ ആരെങ്കിലും മറ്റ് വികസന കാര്യങ്ങളെക്കുറിച്ച് പറയത്തില്ല, വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞാലും 2 ദിവസത്തിനകത്ത് അതങ്ങ് വിഴുങ്ങും. ആ പറഞ്ഞ ആളെ അങ്ങ് വിഴുങ്ങും. ആ നിലയിലായിരുന്നു. പിന്നെ ഇതിനൊരു ചെറിയ ജീവൻ വെച്ചത് കരുണാകരൻ്റെ കാലത്താണ്. 91-95 കാലഘട്ടത്തിൽ MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ CMB ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് പോയി പുള്ളിക്കാരൻ കുറേ പേപ്പർ വർക്ക് നന്നായിട്ട് ചെയ്തു. ഒരു BOT ലെവലിൽ ചെയ്യാൻ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ള കൺസെപ്റ്റിൽ പ്രൈവറ്റുകാരൻ ബിൽഡ് ചെയ്യും, ഏതെങ്കിലും പ്രൈവറ്റുകാരൻ വന്ന് ബിൽഡ് ചെയ്യും, കുറച്ച് കാലം അവർ ഓപ്പറേറ്റ് ചെയ്യും, പിന്നെ ആർക്ക് കൊടുക്കും? സർക്കാരിന് കൊടുക്കുന്ന BOT കൺസെപ്റ്റിൽ ഒരു കുമാർ ഗ്രൂപ്പുമായിട്ടൊക്കെ ഒരു എഗ്രിമെൻറ്റ് വെച്ചു. പക്ഷേ എഗ്രിമെൻറ്റ് വെച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് എന്തില്ല, ഫോളോ അപ്പ് പോകാൻ തടസ്സപ്പെട്ടു. കരുണാകരൻ മാറി, AK ആൻ്റണി ആയി. പിന്നെ AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായി. അപ്പോൾ പ്രതിരോധ തടസ്സങ്ങളായി. AK ആൻ്റണി പ്രതിരോധ തടസ്സം നിന്ന ആളാണ്. പ്രതിരോധ തടസ്സങ്ങളായി. അങ്ങനെ ഒരുപാട് പോയി. പിന്നെ ഇതിനെ ജീവൻ വയ്ക്കുന്ന എപ്പോഴാണ്? 2014 നമ്മുടെ ഉമ്മൻചാണ്ടി വരുമ്പോഴാണ്. സ്റ്റേറ്റിലെ കാര്യം ഞാൻ സെൻട്രലോട്ട് പോകാം. സ്റ്റേറ്റിൽ പിന്നെ എന്ത് സംഭവിച്ചു? 2011 ഉമ്മൻചാണ്ടി വന്നപ്പോൾ കുറച്ചുകൂടെ പുള്ളി ഇത് വെച്ച്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ ഈ പദ്ധതി എന്നുള്ളതല്ല, ഏത് പദ്ധതി, ഇനി കമ്പ്യൂട്ടർ മുതൽ ഏത് പദ്ധതി വന്നാലും അവർക്ക് അതിനകത്ത് അപ്പർ ഹാൻഡോ ഗുണമോ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അതിനെ നഖശികാന്തി എതിർക്കും. എല്ലാ കാര്യവും അങ്ങനെയാണ്. അവർ പ്രതിപക്ഷത്തിരിക്കുകയും അവർക്ക് ഗുണമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അവരതിന് നഖശികാന്തി എതിർക്കും. ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ് ആഗോളവൽക്കരണം, കമ്മ്യൂണിസം, അതൊക്കെ പറഞ്ഞ് എതിർക്കും. അപ്പോൾ ശക്തമായ എതിർപ്പ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നല്ലേ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എങ്കിലും ഉമ്മൻചാണ്ടി കുറേ മുമ്പോട്ട് പോയി. ആ സമയത്താണ് UP ഗവൺമെൻറ്റും കേരളത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റും ഇരുന്നപ്പോൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ 2014 ശേഷം ചെയ്യാൻ നരേന്ദ്രമോദി വന്നപ്പോൾ ഈ വയബിൾ ഗ്യാപ്പ് ഫണ്ട് എന്നൊക്കെ പറയുന്ന ചില സംവിധാനങ്ങളുണ്ട്. അതായത് ഈ പോർട്ട് നടത്തുന്ന കാലഘട്ടത്തിലുള്ള നഷ്ടം, ലാഭം, ഇതൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നുള്ളൊരു സംവിധാനമുണ്ട്. പണം വേണം. അത് കോടിക്കണക്കിന് രൂപ ആവശ്യമുള്ളതാണ്. ഇത് കൊടുക്കുന്നതിലൊക്കെ മോഡി ഗവൺമെൻറ് വളരെ ശക്തമായ നിലപാടുകളെടുത്ത് പണം റിലീസ് ചെയ്തു. അപ്പം മോഡി ഗവൺമെൻറ് പോലെ ആരെയും നമ്മൾ പറയണം. നരേന്ദ്രമോദിക്ക് പറയുമ്പോൾ തന്നെ കേന്ദ്രത്തിലൊരു ധനകാര്യമന്ത്രിയുണ്ട്, നിർമ്മല സീതാരാമൻ. ഇപ്പോഴല്ലേ ധനകാര്യമന്ത്രി? ആ നേരത്തെ ധനകാര്യമന്ത്രി അന്ന് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ധനകാര്യം. അപ്പോൾ അരുൺ ജെയ്റ്റ്ലിക്ക് കൊടുക്കണം കുറച്ച് ക്രെഡിറ്റ്. കാരണം ധനകാര്യമന്ത്രി വിചാരിച്ചാലേ പൈസ അവിടെ നിന്ന് മൊബിലൈസ് ചെയ്യാൻ നോക്കുള്ളൂ. പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും ധനകാര്യ വകുപ്പ് വിചാരിച്ചാലേ പൈസ മൊബിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് കുറച്ച് പൈസ കൊടുക്കണം, അല്ല കുറച്ച് ക്രെഡിറ്റ് കൊടുക്കണം. ഇവിടുത്തെ ധനകാര്യമന്ത്രിമാർക്ക് കുറച്ച് ക്രെഡിറ്റ് കൊടുക്കണം. കാരണം മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് കണ്ടെത്തി പിടിച്ച് വെച്ച് ഇതിന് ഫണ്ട് കൊടുക്കണം. എങ്കിലേ ഇത് സ്റ്റേറ്റിൻ്റെ ഫണ്ട് കൊടുക്കണം എങ്കിലേ. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ധനകാര്യമന്ത്രിമാർക്ക് അതിൽ ക്രെഡിറ്റ് ഉണ്ട് ഓരോ കാലഘട്ടത്തിൽ. സെൻട്രൽ ധനകാര്യമന്ത്രി. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ പ്രോജക്റ്റാണ്, മൾട്ടിപ്പിൾ ആളുകളാണ്. അതുകൊണ്ട് ഇതാരും എന്ത് ചെയ്യേണ്ട കാര്യമില്ല.
ഇത് വല്ലാതെ ക്രെഡിറ്റ് അടിച്ച് ഞങ്ങളുടേതാണെന്ന് അങ്ങനെ പറയുന്നതിന് ഒരു കാര്യമില്ല. കൊച്ചിൻ്റെ അച്ഛൻ ആരെന്ന് പറയുന്ന കാര്യമില്ല. അങ്ങനെ പറയാൻ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴാണ് കരാറുണ്ടാക്കിയത്, കല്ലിട്ടത് ഉമ്മൻചാണ്ടി, പിണറായിയാണ് ഇവിടെ കാലഘട്ടത്തിൽ പൂർത്തിയാക്കുന്നു. ജനാധിപത്യത്തിൽ അങ്ങനെയാണ്. സർക്കാരുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരും, ചില കാര്യങ്ങൾ നടക്കും, ചിലപ്പോൾ ലാഗ് വരും, ചില സമയത്ത് സ്പീഡ് വരും, ഇങ്ങനെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയ രാജാക്കന്മാരെ കാലത്ത് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ലോകം കേരളം എവിടെ ചെന്ന് നിന്നേനെ ഒരു കാര്യം. പിന്നെ ഇപ്പം തന്നെ വന്നപ്പോൾ അദാനി വന്ന് ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ വേറെ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ കാണാതെ പോകരുത്. ഇതിൻ്റെ നഷ്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പിന്നെ സ്റ്റേറ്റിൻ്റെ നഷ്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, പുനരധിവാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. വെല്ലുവിളികൾ വളരെ വലുതുണ്ട്. കടലിന് വരാൻ പോകുന്ന മാറ്റം, തീരത്തിന് വരാൻ പോകുന്ന മാറ്റം ഒക്കെ വലിയ വെല്ലുവിളികൾ അപ്പുറത്തുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ, ജനങ്ങളുടെ വിഷയം, ഇതുകൊണ്ട് ഒരു വശത്ത്, അതൊരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ഇങ്ങനെ നിൽക്കുന്നു. വേറെയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കുറച്ചുകൂടി ക്രെഡിറ്റ് അടിക്കാമായിരുന്നൊരു കാര്യമുണ്ട്. സ്റ്റേറ്റിന് കുറച്ചുകൂടി ഒരു തലനിവർന്ന് ക്രെഡിറ്റ് അടിക്കാൻ പറ്റുന്നത് എപ്പോഴായിരുന്നു? 2 കിലോമീറ്റർ കണക്ടിവിറ്റി റോഡ് പണിയണമായിരുന്നു. 1 മീറ്റർ പോലും പണിതിട്ടില്ല. കണ്ടെയ്നറുകൾ പോകുന്നതിനും വരുന്നതിനുമുള്ള വലിയ റോഡ് പണിത് കൊടുക്കണം. റെയിൽവേ കണക്ടിവിറ്റി ഉണ്ട്. ഇതൊക്കെ ആര് ചെയ്യേണ്ടതാണ്? സ്റ്റേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയ 180-200 കുടുംബങ്ങളുണ്ട്. അവരുടെ പുനരധിവാസം നടത്തേണ്ടത് ആരാണ്? സ്റ്റേറ്റാണ്. ആസ് പെർ എഗ്രിമെൻറ്റ് പ്രകാരം സ്റ്റേറ്റാണ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടറാണ് സ്ഥലമൊക്കെ കണ്ടെത്തി ആവശ്യമായ വർക്ക് ചെയ്യേണ്ട ഓഫീസർ. പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അതാണ് ഈ സമരമൊക്കെ നടന്നത്. മറ്റേ യൂജിൻ പെരേരയുടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ വലിയ സമരമൊക്കെ നടന്ന കാര്യം അതാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുന്നില്ല ഒരു വശത്ത്. പിന്നെ അത് ഉദ്ഘാടനം നടക്കുമ്പോൾ എല്ലാവരും കയറി നിന്ന്, അത് ഈ ഉത്സവം നടക്കുമ്പോൾ ഞാനൊരു തമാശ പറഞ്ഞുതരാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന തമാശയാണ്. ഈ ഉത്സവ സെക്രട്ടറി നടത്തുന്ന അമ്പല കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമാരുടെ ടെൻഷൻ എന്ന് പറയുന്നത് അന്ന് വരുന്ന കലാകാരന്മാർക്ക് പൈസ കൊടുക്കണം. ശാമ്പശിവനൊക്കെ വരുമ്പോൾ അവർക്ക് പൈസ കൊടുത്താലേ അവർ എന്ത് ചെയ്യുള്ളൂ, വേദി കയറുള്ളൂ. കയറുന്നതിന് മുമ്പ് കറക്റ്റ് പറയുന്ന പൈസ 10,000 എന്ന് പറഞ്ഞാൽ 10,000 കൊടുത്താലേ അവർ കയറുള്ളൂ. 9,000 കൊടുത്താൽ അത്രേ കഥ പറയുള്ളൂ, 1000 രൂപയ്ക്ക് കുറച്ചേ പറയുള്ളൂ. ബാലയ്ക്കും അങ്ങനെ തന്നെ, പൈസ കുറഞ്ഞു പോയാൽ അവരൊരു സീൻ കട്ട് ചെയ്യും. 3 മണിക്കൂർ 2.5 മണിക്കൂർ കളിക്കുള്ളൂ. അപ്പോൾ ഈ പൈസ കൊടുക്കുന്ന ടെൻഷനിലാണ് ആര്? അത് ഉണ്ടാക്കണമല്ലോ ഉത്സവ കമ്മിറ്റിക്ക്, പ്രസിഡന്റ്. പണ്ട് ഈ ഗൾഫിൽ ആരും പോകാത്തൊരു കാലമായിരുന്നു. അപ്പോൾ പൈസ ഇല്ല നാട്ടിലാരേലും, ദാരിദ്ര്യത്തിനാലും. എവിടെ നിന്നാണ് ഈ പൈസ പിരിക്കുന്നത്? അങ്ങനെ പിരിക്കാൻ നടക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴായിരിക്കും അമ്മ ഈ കമ്മിറ്റി ഓഫീസിലിരുന്ന് പൈസയൊക്കെ പിരിച്ച് വരുന്ന അമ്മമാരെ എല്ലാവരും പൈസ നിങ്ങൾ തന്നാൽ കൊടുത്താൽ കണക്കൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ചില മാമന്മാരാണ്, മാമിമാരില്ല, നല്ല വെള്ളക്കസ മുണ്ടൊക്കെ കൊടുത്ത് നല്ല കുറിയൊക്കെ അടിച്ച് എവിടെ ചെന്ന് നിൽക്കും? പോറ്റിയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കും. വരുന്ന സ്ത്രീകളെല്ലാം അറ്റൻഡ് ചെയ്യും. കാണുക. അപ്പോൾ അവർ വിചാരിക്കും ആരാണ് ഈ ഉത്സവം നടത്തണതെന്ന്. ഈ നിൽക്കണ മാമനാണ് ഈ ഉത്സവം നടത്തണത്. വേണമെങ്കിൽ മാമൻ 2 ഡയലോഗ് അടിക്കും. പക്ഷെ അവിടെ പണിയെടുക്കണ വേറെ ടീം ഇരുന്ന് പണിയണോണ്ടാണ് ഇത് ഉത്സവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ കുറേ ആളുകൾ ക്രെഡിറ്റ് അടിക്കാൻ നടക്കും. ഏത് പരിപാടി വന്നാലും അതിൻ്റെ പിന്നിൽ അധ്വാനം ഉണ്ടെന്നേ. ഒരു പരിപാടി തുടങ്ങുന്ന സമയത്താണ് അതിൻ്റെ അധ്വാനം. അവസാന കാലഘട്ടത്തിൽ വലിയ അധ്വാനമില്ല. തുടങ്ങുന്ന സമയത്ത് പേപ്പർ വർക്ക്, ടെൻഡർ. പിന്നെ ഇതിനകത്ത് നമ്മൾ വിട്ടുപോയൊരു പേരുണ്ട്, നമ്മളെ പൊക്കൻ ചേട്ടൻ, ആര് 7 ചേട്ടനുണ്ടല്ലോ, ശശി തരൂർ. അദ്ദേഹം പറയുന്നുണ്ട് ഇടയ്ക്ക്, ഞാനാണ് ഇതിൻ്റെ കൊച്ചച്ഛൻ, വലിയച്ഛനെന്ന് പറയുന്നില്ല, പിതാവെന്ന് പറയുന്നില്ല, പക്ഷേ ചിറ്റപ്പൻ ഞാനാണെന്ന് പറയുന്നത്. അതെന്താന്ന് പറയുക, കൊച്ചച്ഛൻ ഞാനാണ്, അല്ലെ അങ്കിള്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇതായല്ലോ ഉമ്മൻചാണ്ടി ടെൻഡർ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ആരും എടുക്കുന്നില്ല. അപ്പോഴാണ് അദാനിയാണോ കിരൺ അദാനിയാണോ മകനാണോ ആരോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ഫ്ലൈറ്റിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. കരൺ അദാനിയോ ആരടുത്തുണ്ടായിരുന്നു? ഈ അടുത്ത സീറ്റിലായിരുന്നു ശശി തരൂർ. അപ്പോൾ ശശി തരൂർ കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഇങ്ങനെ വിഴിഞ്ഞത്തൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് വയബിൾ അല്ല, എടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു വന്നു. അപ്പോൾ പറഞ്ഞു അതല്ല, അത് എടുക്കണം, അത് വയബിൾ ആക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞ് ഒരുപാട് എഡ്യൂക്കേറ്റ് ചെയ്ത് തന്നു. അങ്ങനെയും കൂടെയാണ് ആരെടുത്തത്? അദാനി എടുത്തെന്ന് ആര് പറയുന്നു? ഞാൻ പറയുന്നതല്ല, ശശി തരൂർ പറയുന്നു. അപ്പോൾ ചിറ്റപ്പനുള്ളത് ചിറ്റപ്പന് കൊടുക്കണം, മാമനുള്ളത് മാമന് കൊടുക്കണം, അച്ഛനുള്ളത് അച്ഛന് കൊടുക്കണം, എല്ലാവർക്കും കുറേശ്ശെ പങ്കുവച്ച് കൊടുക്കണം. എൻ്റെ പേടി അതല്ല. ഇത് മദർ പോർട്ടാണ്. മദർ പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റ് പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് സാധനങ്ങളോട് വരും, ഇവിടെ നിന്ന് മറ്റ് കൊച്ചു പോർട്ടുകൾ എടുത്തോണ്ട് പോകും, ചെറിയ കപ്പലുകളിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 10,000 പേർക്കായിരിക്കും ഇവിടെ എന്ത് ജോലി കൊടുക്കാൻ പറ്റുന്നത്. അത്ര സ്റ്റാഫിനെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. അതിൻ്റെ പ്രോജക്റ്റും വരുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ പ്രോജക്റ്റ് വരണ്ടേ? തീർച്ചയായിട്ടും. അത് ഇതുവരെ എന്താണെന്ന് ആർക്കും അറിയില്ല. അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഏറ്റവും വലിയ റോളുള്ളത്. കാരണം ഇത് ഗ്ലോബൽ ഒരു പോർട്ട് ഒരു രാജ്യത്ത് വരിക എന്ന് പറഞ്ഞാൽ, ഇൻ്റർനാഷണൽ പോർട്ട് പോലുള്ളൊരു സ്ഥാനം
ഒരു ഗ്ലോബൽ പോർട്ട്, പ്രത്യേകിച്ച് ഒരു മദർ പോർട്ട് വരിക എന്ന് പറഞ്ഞാൽ ആ രാജ്യം വലിയ സമ്പന്നമാവേണ്ടതാണ്. അതെ. പക്ഷേ ആ രാജ്യം ഭരിക്കുന്നവരും സ്റ്റേറ്റ് ഭരിക്കുന്നവരും ഒക്കെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ അച്ഛന്മാരോടും മാമന്മാരോടും ചിറ്റപ്പന്മാരോടും ഒക്കെ പറയാനുള്ളത്, ഇതങ്ങ് കഴിയട്ടെ, ഇന്നിപ്പോൾ കഴിഞ്ഞ് പോവല്ലോ, അപ്പോൾ ഓരോരുത്തർക്കുള്ള അവരൊരു പങ്ക് എടുത്തോട്ടെ. പക്ഷേ നാളെ നിങ്ങൾ ഒന്നിച്ച് നാളെ മുതൽ ഇരുന്ന് എന്ത് ചെയ്യണം, ഈ പണി നടത്തണം. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യമുണ്ട്, നമ്മളെ പ്രതിപക്ഷ നേതാവിനെ കൂടെ എന്ത് ചെയ്യാമായിരുന്നു, വിളിക്കാമായിരുന്നു. കോൺഗ്രസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയിൽ ഒന്ന് വിളിക്കാമായിരുന്നു. അതിലൊരു കളി, ഒരു ഉരുട്ടക്കളി, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു ഉരുട്ടക്കളി വാസവൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞെന്താണ്, ഡൽഹിയിലേക്ക് ഞങ്ങൾ കത്തയച്ചപ്പോൾ ഇയാളെ പേരും ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് വെട്ടിയതാണെന്ന്. അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഗവർണർക്ക് കത്ത് കൊടുക്കുമ്പോൾ ഞാൻ ഒരുപാട് ഗവർണറുടെ പരിപാടി പങ്കെടുത്തിട്ടുള്ള ആളാണ്, പല ഗവർണർമാരുടെ. അപ്പോൾ സംഘാടകർ നമ്മളെ വിളിക്കുമ്പോൾ എൻ്റെ പേരും കൂടി ചേർത്ത് 7 പേരെ അയക്കും അവിടെ. അപ്പോൾ അവരാരും വെട്ടത്തില്ല. 8, 9, 10 എന്ന് പേരിട്ടിരുന്നാൽ അവരെന്ത് ചെയ്തോളും, വെട്ടും. സെലക്ട് ചെയ്ത് വെട്ടും. വെട്ടാൻ പറ്റാത്തൊരു 6 പേര് അവർക്ക് 7 പേര് കയറ്റിയിട്ട്, അല്ലെങ്കിൽ 6 കയറ്റിയിട്ട് 7ാമത്തെ അവർക്ക് ഇഷ്ടമുള്ളതങ്ങ് വെട്ടും. അപ്പോൾ വിളിച്ച 8 പേരും 8, 9 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോശക്കാരാകും. അതിപ്പോൾ ഈ വി.ഡി. സതീശൻ ഉൾപ്പെടെ ഒരു 8, 10 പേരുടെ പേരാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്തത്, കൊടുത്തത്. സ്വാഭാവികമായിട്ട് 7 കഴിഞ്ഞുള്ളത് അവരെന്ത് ചെയ്യും, വെട്ടും. 7 കഴിഞ്ഞിട്ട് 10-നകത്ത് അവർക്ക് വേണ്ടപ്പെട്ട അവർക്ക് ഇരുത്തണമെന്ന് താല്പര്യമുള്ള ഒരാളുണ്ടെങ്കിൽ വെട്ടണത് 6 ആയിരിക്കും വെട്ടണത്. സതീശൻ 6 കിടന്നിട്ടും കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു, 7 കൊടുക്കാവൂ. പ്രോട്ടോക്കോൾ അനുസരിച്ച് 7 കൊടുക്കാവൂ. തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു 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 ഉൾട്ട. കാരണം സതീശൻ കരി ആരെ പേര് പറയും, ഉമ്മൻചാണ്ടിയുടെ പേര് പറയും, ഉറപ്പായിട്ടും പറയും. സ്റ്റേജിൽ പറയുമല്ലോ, പുള്ളിക്ക് പ്രസംഗം പറയുമല്ലോ. വിൻസെൻ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ എന്ത് പറയാം, എത്ര സമയം കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. പ്രതിപക്ഷ നേതാവിനെ കുറച്ചൊരു സമയം കിട്ടും, 5 മിനിറ്റ് കിട്ടും, എന്തായാലും സമയം കിട്ടും. പ്രതിപക്ഷ നേതാവിന് സമയം കിട്ടും. പക്ഷേ ആ സമയത്ത് പുള്ളിക്കാരി ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞാലോ. പക്ഷെ ഞാൻ ലാസ്റ്റ് വേർഡായിട്ട് പറയുന്ന, ആരെന്ത് പറഞ്ഞാലും ചരിത്രം ചരിത്രത്തിൽ കിടക്കും, സത്യം സത്യമായി തന്നെ ഇവിടെ കിടക്കും, രേഖകളായി തന്നെ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിൽക്കും. ഇല്ലേ? തീർച്ചയായിട്ടും അത് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞ് അദാനിയുടേതാണ്. കുഞ്ഞ് അദാനിയുടെ ആണെന്നേ. അദാനി അല്ലെങ്കിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞൊരു തെരുവിൽ കിടക്കുകയല്ലേ ഉള്ളൂ. വളർത്താനൊരു അച്ഛൻ വന്നില്ലേ പണവുമായിട്ട്, വളർത്തച്ഛനാണ് അദാനി. അപ്പോൾ അദാനിക്കുള്ളതായത്.